ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ആണ് പറയുന്നത്. ദ ന്യൂ വീസ അല്ലേ, നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പാസ്പോർട്ട്, ടിക്കറ്റ്, വീസ ഒക്കെ വേണം. ആത്മീയമായിട്ടുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. റിപ്പൻറ്റൻസ്, ബാപ്റ്റിസം ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഹോളി സ്പിരിറ്റ് ആരാണെന്ന് നമ്മൾ കണ്ടു. ഹോളി സ്പിരിറ്റിൻ്റെ വർക്ക് കണ്ടു. ഇഫ് ഹോളി സ്പിരിറ്റ് ഈസ് കമ്പയർഡ് ടു certain power in the world, that is നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഹിസ് പവർ ഈസ് കമ്പയർഡ് ടു ഫയർ, അഗ്നി. പരിശുദ്ധാത്മാവ് അഗ്നിയല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പവർ അഗ്നിയോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. 2 ഡവിനോട്, പ്രാവിനോട് ഉപമിച്ചിട്ടുണ്ട്. 3 വിൻഡ്, കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്. പക്ഷേ കാറ്റല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ത്രിത്വത്തിലെ 3ാമനായ ദൈവമാണ്. വളരെ ശക്തിയുള്ള ഓംനിപ്രസൻറ്റ് ഗോഡാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്, അതായത് ഓയിലിനോട്, എണ്ണയോട് സദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. സോ ഹി അനോയിൻസ് us with oil എന്ന് 2 Corinthians chapter 1:21 says, Now he who established us in Christ Jesus has anointed us. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമാണ്. അപ്പോൾ അഭിഷേകം, ഓയിലിനാൽ അഭിഷേകം ചെയ്ത ദൈവമാണ്. എന്തിനാണ്? നമ്മളെ ക്രിസ്തു യേശുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് എഴുതിയേക്കുവാണ്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. സോ ഹോളി സ്പിരിറ്റ് ഈസ് സീൽ, ഹോളി സ്പിരിറ്റ് ഈസ് ഓൾസോ എ ഗ്യാരൻറ്റി. അച്ചാരമാണ്, മുദ്രയാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. സോ ഓയിൽ, ഇന്ന് ഓയിലിനെ പറ്റി. സോ ഓയിൽ നമ്മൾ എല്ലാം കറിക്ക് ഉപയോഗിക്കുമല്ലോ. നമ്മൾ ഓയിൽ തലയിൽ വയ്ക്കും, നമ്മൾ ഓയിൽ മുഖത്ത് വയ്ക്കും. ഓയിൽ സ്പീക്സ് ഓഫ് അനോയിൻറ്റിങ്. അപ്പം വെൻ ദർ ഈസ് ഓയിൽ ഇൻ യുവർ ലാമ്പ് യു ക്യാൻ കണ്ടിന്യൂസ്ലി ബേൺ ഫോർ ജീസസ് അല്ലേ. നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും യേശുവിന് വേണ്ടി നമുക്ക് ജ്വലിക്കാൻ പറ്റും. നമുക്ക് ശക്തമായിട്ട് നമ്മളെ ഉപയോഗിക്കും. സോ നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പാചകം ചെയ്യുമ്പോൾ, when I put oil in curry I sing to the Lord, give me oil in my lamp, keep me burning എന്ന് ഞാൻ അങ്ങനെ എല്ലാം കണക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് ഗുഡ് ടു കണക്ട് എവറിത്തിങ്, ഡെയിലി ആക്ടിവിറ്റീസ് ടു ദ തിങ്സ് ദാറ്റ് ആർ സ്പിരിച്വൽ. ഇങ്ങനെയാണ് നമ്മൾ യേശുവിനോട് കൂടെ നടക്കുന്നത്. എന്നും നമ്മുടെ ലാമ്പ്, നമ്മുടെ ദീപം, നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ ഓയിൽ വേണം, എപ്പോഴും ബേണിംഗ് ആയിരിക്കണം. അതല്ലേ 10 കന്യകമാരുടെ ഉപമ നമ്മൾ കേട്ടല്ലോ. 5 പേര് വയസ്സായിരുന്നു, അതായത് ബുദ്ധിയുള്ളവർ. 5 പേര് ഫൂളിഷ്, അവർക്ക് ബുദ്ധിയില്ലാത്തവരായിരുന്നു. എല്ലാവരും ബ്രൈഡ് ഗ്രൂം, മണവാളിനെ എതിരേക്കാൻ വേണ്ടി പോയി. എല്ലാവരും വിളക്കെടുത്തു. പക്ഷേ ബുദ്ധിയുള്ളവർ വിളക്കിൻ്റെ കൂടെ ഇഷ്ടം പോലെ എണ്ണയും കരുതി. എന്നു ചോദിച്ചാൽ ബ്രൈഡ് ഗ്രൂം ചിലപ്പോൾ ലേറ്റ് ആകുമല്ലോ രാത്രി. അപ്പോൾ രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കണം. ആ കത്താനുള്ള എണ്ണ വേണമായിരുന്നു. അങ്ങനെ 5 പേര് എണ്ണ കൊണ്ടുപോയി. അവർ ബുദ്ധിയുള്ളവരായിരുന്നു. 5 പേർക്ക് സഫീഷ്യൻ്റ് ഓയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ബ്രൈഡ് ഗ്രൂം മിഡ് നൈറ്റ് ആയപ്പം, അർദ്ധരാത്രിക്ക് മണവാളൻ വന്ന് വാതിക്കൽ മുട്ടി. അന്നേരം ഇവരെല്ലാവരും എണീറ്റ് വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കത്തിക്കുമ്പോൾ ബുദ്ധിയുള്ളവരുടെ കത്തിക്കൊണ്ടിരുന്നു, ബുദ്ധിയില്ലാത്തവരുടെ അയ്യോ ഞങ്ങളുടെ വിളക്കിലെ എണ്ണ തീർന്നു പോയി, കത്തുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടെ തികയില്ല, അതുകൊണ്ട് നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞ് അവരെ വിട്ടു. അവർ പോയ സമയത്ത് മണവാളൻ വന്ന് അവരെ 5 കന്യകമാരെ മണിയറയിലാക്കിയിട്ട് കതകടച്ചു. There is a day when God will close the door. അങ്ങനെയല്ലേ നോഹയുടെ ആർക്കിൽ ദൈവം പറഞ്ഞ 8 പേരും നോഹയുടെ കുടുംബവും പിന്നെ 2 ആനിമൽസുമാണ് നോഹയുടെ പെട്ടകത്തിൽ കയറിയത്. അവർ കയറി കഴിഞ്ഞ് ദൈവം തന്നെ കതകടച്ചു. പിന്നെ ആർക്കും തുറക്കത്തില്ല. പുറത്ത് നിന്നുകൊണ്ട് മുട്ടിക്കൊണ്ടിരുന്നു, പുറത്ത് നിന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു, അയ്യോ ഞങ്ങളെല്ലാം ചത്തുപോകുകയാണേ, വെള്ളത്തിൽ മുങ്ങി ഞങ്ങൾ മരിച്ചു പോകുകയാണേ, നോഹയെ തുറക്കണമെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ല. നോഹ പറഞ്ഞായിരുന്നു അങ്ങനെ വെള്ളപ്പൊക്കം വരും, ദൈവം പറഞ്ഞു, നിങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാൻ പറഞ്ഞു. ആരും, അവരെല്ലാം കളിയാക്കി. അങ്ങനെ തന്നെയാണ് ഇതും സംഭവിച്ചത്. മണവാളൻ കതകടച്ചാൽ പിന്നെ ആർക്കും കയറത്തില്ല. ഇപ്പോഴാണ് കൃപായുഗം. ഇപ്പോൾ കൃപായുഗമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മണവാളനെ സ്വീകരിക്കാം. യേശുക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നരകത്തിൽ കിടന്ന് ഒത്തിരി പേര് കരയുന്നുണ്ട്, യേശുവേ എന്നോട് ക്ഷമിക്കണേ, ഞങ്ങൾ കള്ളത്തരം ചെയ്തു, ഞങ്ങൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നോ അത് മാത്രം അവിടെ
റിവാർഡഡ് ആണ്, അവിടെ അതിന് പ്രതിഫലം കിട്ടും. സോ ഈസ് ദർ ഓയിൽ ഇൻ യുവർ ലാമ്പ്. നമ്മൾ എന്താണ് നല്ല, സോ ഗുഡ് ഇറ്റ് ഈസ് ടു വാക്ക് വിത്ത് ലോഡ്. എന്നും കർത്താവിനോട് നടക്കുന്ന എന്ത് നല്ലതാണ്, എന്ത് സന്തോഷമാണ്. വിത്ത് സിംഗിങ് ആൻഡ് പ്രേസിങ് ആൻഡ് താങ്കിങ് ആൻഡ് മേക്കിംഗ് മെലഡി ഇൻ ദ ഹാർട്ട്. Ephesians 5:19 പറയാണ് ബൈബിളിൽ, നിങ്ങളെപ്പോഴും സ്തുതിച്ചുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടും ദൈവത്തിന് കീർത്തനം പാടിക്കൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങൾ ജീവിക്കാനാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിൽ ഒരിക്കലും കുറഞ്ഞു പോകുകയില്ല. പിന്നെ ബൈബിളിൽ പറയുന്നു, അനോയിൻറ്റിങ് ബ്രേക്സ് ഓൾ ബോണ്ടേജ്. നമ്മൾ ദൈവത്താൽ അഭിഷേകം ചെയ്തവരാണ്. ഡു നോട്ട് ടച്ച് മൈ അനോയിൻറ്റഡ് എന്നും പറയും. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം ചില പാസ്റ്റേഴ്സിനെയോ ചിലപ്പോൾ ചില ഇവാഞ്ചലിസ്റ്റോ ദൈവദാസിമാരെ ഇഷ്ടമില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പാടില്ല. അവർ നല്ലവരാണോ ചീത്തയാണെന്നൊന്നും നോട്ടമില്ല. ദൈവം പറഞ്ഞു, ഡു നോട്ട് ടച്ച് മൈ അനോയിൻറ്റഡ് എന്ന്. എൻ്റെ അഭിഷക്തനെ നിങ്ങൾ തൊടാൻ പാടില്ല, എൻ്റെ അഭിഷക്തനെതിരായി ഒന്നും സംസാരിക്കാനും പാടില്ല. അവർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടാകും, അവർക്ക് വിധി ദിവസത്തിൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ടാകും. അത് ബൈബിളിൽ പറയുന്നതാണ്. പിന്നെ 1 John 2:20 says you have an anointing from the Holy One and you know all things എന്ന്. നമുക്ക് ഈ അഭിഷേകം വരുമ്പോഴെന്താണ്, സർവശക്തനായ ദൈവത്തിന് നമുക്ക് അഭിഷേകം തരുന്നു, ഓയിൽ കൊണ്ട് അഭിഷേകം തരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം അറിയാമെന്ന്, യു നോ ഓൾ തിങ്സ് എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നീതിയിലും ന്യായത്തിലും എല്ലാം വഴി നടത്തുമെന്ന് യേശു പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അഭിഷേകം കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവേശിച്ച് പൊസസ് ചെയ്ത് നമുക്കെല്ലാം പറഞ്ഞു തരും, ബുദ്ധി ഉപദേശിച്ച് തരും. അത് തെറ്റ്, ഇത് ശരി, ന്യായവിധിയാണ്, അത് തെറ്റ് കുഞ്ഞെ, അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അത് നോക്കരുത്, ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ പറഞ്ഞ് നമ്മളെ വിലക്കും. അതൊക്കെ നമ്മൾ കർത്താവിനോടുകൂടി നടന്നാലോ ഇത് സാധിക്കുകയുള്ളൂ. നമ്മൾ 133 സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം, ആ 133 സങ്കീർത്തനം മുഴുവൻ നമുക്ക് വായിക്കുമ്പോൾ കാണാം, അഹ്റോൻ എന്ന ആ പ്രീസ്റ്റ് ഈ ഹാഡ് എ ഗ്രേറ്റ് അനോയിൻറ്റിങ്. അത് മുഴുവൻ ഇങ്ങനെ തലയിൽ നിന്ന് വസ്ത്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അങ്ങനെ പറയുന്നത്. സോ അങ്ങനെ സോൾ വാസ് അനോയിൻറ്റഡ് ആസ് കിങ് വിത്ത് ഓയിൽ. സാമുവൽ വാസ് അനോയിൻറ്റഡ് ആസ് കിങ്. സാമുവൽ ടുക്ക് ദി ഓയിൽ ആൻഡ് അനോയിൻറ്റഡ് ഡേവിഡ് കിങ്. സോ സൗളിനെ ദൈവം അഭിഷേകം ചെയ്തു, ദാവീദിനെ ഓയിൽ കൊണ്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ അനോയിൻറ്റഡ് വൺസ് ആർ വെരി സ്പെഷ്യൽ ടു ഗോഡ്. അപ്പോൾ ആർ യു ദി അനോയിൻറ്റഡ് ഓഫ് ദ ഗോഡ്? ഡിഡ് യു ഗെറ്റ് ദ ഓയിൽ ഓഫ് അനോയിൻറ്റിങ്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ, ഹോളി സ്പിരിറ്റ്സ് അനോയിൻറ്റിങ് ഐ നീഡ്. അനോയിൻറ്റിങ് ബ്രേക്സ് ഓൾ ദ യോക്ക്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും പോകും. നമ്മുടെ സാത്താൻ്റെ പ്രവൃത്തികളെല്ലാം അഴിക്കാൻ ഈ അഭിഷേകത്തിന് ശക്തിയുണ്ട്. അങ്ങനെ അഭിഷേകം വേണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, എന്നെ അങ്ങയുടെ ഓയിൽ, അങ്ങയുടെ വിശുദ്ധ ഓയിൽ, ഹോളി ഓയിലിൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അപ്രകാരം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ജീസസ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, ബാപ്റ്റൈസ്ഡ് ഓഫ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്യുന്നവൻ ഒരുത്തൻ മാത്രം, അതായത് നസറനായ യേശു ക്രിസ്തു. നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ യേശുവാണ്. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ കുറച്ച് സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ, എനിക്ക് അഭിഷേകം വേണം, എനിക്കിത് പോരാ, എനിക്ക് മുട്ടോളം പോരാ, അരയോളം പോരാ, എനിക്ക് നീന്തണം, പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നീന്തണം എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടെ. ആമേൻ.